സ്കൂട്ടറിൽ അഞ്ജന ഓഫീസിൽ നിന്നും ഫ്ലാറ്റിലേക്ക് തിരിച്ചു. തൻ്റെ നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ അവൾ കറുത്ത കണ്ണട ധരിച്ചു. പ്രണവുമായുള്ള പ്രണയബന്ധം കോളേജിൽ വെച്ച് തുടങ്ങിയതാണ്. പ്രണയിച്ചപ്പോൾ അവൻ ജാതിയും മതവും ഒന്നും ചോദിച്ചില്ലല്ലോ. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ ബന്ധം ഉപേക്ഷിക്കാൻ അവന് മതം ഒരു കാരണമായിരിക്കുന്നു. മമ്മിക്കിഷ്ടാകില്ല നിന്നെ. അപ്പച്ചൻ വളരെ റിലീജിയസ് ആയ വ്യക്തിയാണ് എന്നൊക്കെയായിരുന്നു അവൻ്റെ മുട്ടാപ്പോക്കു ന്യായങ്ങൾ. പ്രണവ്, നീ കാലിൽ എണ്ണയും തേച്ചെൻ്റെ പിറകെ നടന്നപ്പോൾ അതൊന്നും ഓർത്തില്ലേ? എത്ര നല്ല വിവാഹാലോചനകൾ വന്നതാണ് തനിക്ക്. അപ്പോഴൊക്കെ ഓരോന്ന് പറഞ്ഞ് അവൾ ഒഴിവാക്കി. ഒടുവിൽ അവൻ അവളെ ഉപേക്ഷിച്ചു പോയി. ഇന്ന് വൈകിട്ട് അവൻ അവസാന സന്ദേശം അയച്ചിട്ട് എന്നേക്കുമായി അവളെ ബ്ലോക്കും ചെയ്തു. അവിടെ തീർന്നു അവരുടെ 8 വർഷത്തെ പ്രണയം. പോകുന്ന വഴിക്ക് അവൾ വിദേശ മദ്യഷോപ്പിൽ കയറി ഒരു വോഡ്ക വാങ്ങി. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഉറക്ക ഗുളികയും വാങ്ങി. ആദ്യമായിട്ടാണ് ഇങ്ങനെ. മരിക്കാൻ ധൈര്യം വേണം. കള്ളു കുടിക്കേണ്ടത് എങ്ങനെയാണെന്നറിയില്ല. അളവ് പോലൊന്നുമില്ലാതെ കുറച്ച് വോഡ്കയും വെള്ളവും മിക്സ് ചെയ്ത് അവൾ സിപ്പ് ചെയ്തു. കുറേയായപ്പോൾ തലയ്ക്കൊരു തരിപ്പ്, ആകെ ഒരു രസം. രണ്ടാമത്തെ മിക്സിങ്ങിനിടയിൽ മഴ പെയ്തു തുടങ്ങി. നിമിഷ നേരം കൊണ്ട് ഫ്ലാറ്റിന് മുന്നിലെ റോഡ് വിജനമായി. രണ്ടാമത്തെ മിക്സ് ഒറ്റ വലിക്ക് കുടിച്ചു. ബാൽക്കണിയിലൂടെ ഓപ്പൺ ടെറസിലേക്ക് അവൾ ഇറങ്ങി. പിന്നെ മഴയുടെ താളത്തിനൊപ്പം നൃത്തം ചെയ്തു. എതിർവശത്തെ റോഡിൽ മഴ നനഞ്ഞു നിന്ന സുന്ദരനായൊരു ചെറുപ്പക്കാരൻ. കയറിപ്പോ കുട്ടി, തെന്നി വീഴും, മിന്നലുണ്ട്, വിളിച്ചു പറയുന്നത് കേട്ട് അവൾക്ക് ചിരി വന്നു. ഇവൻ ആരാണ്? പാതിരാത്രി വരെ കുടിയും മഴയും നൃത്തവും തുടർന്നു. അവൾ പ്രണവിനെ മറക്കാൻ ശ്രമിച്ചു. തനിക്ക് വേണം ഒരു ശാന്തമായ ജീവിതാവസാനം. അവൾ പേനയും പേപ്പറും എടുത്ത് ഒരു പുരുഷന്റെ മുഖം വരച്ചു. തന്നോട് മഴയത്ത് നിന്ന് കയറിപ്പോകാൻ പറഞ്ഞ ആ സുന്ദര രൂപം മനസ്സിൽ തെളിഞ്ഞു. വെളുത്തു നീണ്ട മുഖവും നീണ്ട താടിയുമുള്ള അയാൾ ആരാണ്? അയാളുടെ ആരാണ് താൻ? തൻ്റെ കാര്യത്തിൽ എന്തിനാണ് അയാൾ ഇടപെടുന്നത്? ആ മുഖം മനസ്സിൽ നിന്നും പോകുന്നില്ല. അയാൾ ആരാണ്? തൻ്റെ കാമുകനാണോ? താൻ വീണാൽ എന്ത്? മിന്നലേറ്റ് ചത്താൽ അയാൾക്കെന്ത്? മഴ തോർന്നപ്പോൾ അവൾ വാതിലടച്ചു. അവൾ നനഞ്ഞ തുണികൾ മാറ്റി ഉറങ്ങാൻ കിടന്നു. ആദ്യമായുള്ള ഒരനുഭവമാണ് മഴയത്തെ നൃത്തം, മദ്യലഹരി. അവൾക്കുറക്കം വന്നതേയില്ല. അവളുടെ മനസ്സിൽ ആ നീണ്ട മുഖക്കാരൻ മാത്രം. അവൾ ആ ചിത്രത്തിൻ്റെ താഴെ ഇങ്ങനെ കുറിച്ചു: പ്രിയപ്പെട്ടവനെ, നീ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ അവസാനമായി കണ്ട മുഖം നിൻ്റേതാകും. നിന്റെ ആശങ്ക നിറഞ്ഞ ആ സുന്ദരമായ മുഖം മാത്രമാണിപ്പോൾ എൻ്റെ മനസ്സിൽ. ഒരു നോക്ക് മാത്രമേ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നാലും നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിന്റെ കണ്ണുകളിൽ എന്നോടുള്ള സ്നേഹം ഞാൻ കണ്ടു. ഞാൻ നിന്റെ ആരുമല്ല. എന്നിട്ടും നീ എന്തിനാണ് വെപ്രാളം കാണിച്ചത്? ഞാൻ താഴെ വീഴുമെന്ന് പേടിച്ചിട്ടാണോ? പാരപ്പറ്റിൽ കയറിയുള്ള എൻ്റെ നൃത്തം നിന്നെ ഭയപ്പെടുത്തിയോ? നിന്നെ ഭയപ്പെടുത്താനല്ല, അർഹതയില്ലാത്ത സ്നേഹം മറ്റൊരാൾക്ക് കൊടുത്തതിന് ഞാൻ സ്വയം ശിക്ഷിക്കാൻ നോക്കിയതാണ്. നിന്റെ പേടി കണ്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് താഴേക്കിറങ്ങിയത്. നിന്റെ സങ്കടം എൻ്റെയും സങ്കടമാണ്. പ്രിയപ്പെട്ടവനെ, എന്നെ ആരും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. ഞാൻ താഴേക്കിറങ്ങിയത് കണ്ട് നീ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത നിമിഷം ഞാൻ കരയുകയായിരുന്നു. നീ പോയ വഴിയിൽ ഞാൻ നോക്കി നിന്നു, നീ തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചും കൊണ്ട്. എന്തുകൊണ്ട് നിന്നെ ഞാൻ നേരത്തെ കണ്ടുമുട്ടിയില്ല എന്നോർത്ത് കരച്ചിൽ വന്നു. എൻ്റെ കണ്ണീരിനെ മഴത്തുള്ളികൾ തുടച്ചു നീക്കിക്കളഞ്ഞു. അജ്ഞാതമായ ഒരു പെണ്ണിനു വേണ്ടി ഒരു മാത്രം സങ്കടപ്പെട്ട നിനക്ക് എത്ര നല്ല മനസ്സായിരിക്കും. ഈ നിമിഷം നിന്നെ ഗാഠമായി ആലിംഗനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. അതിനു മുൻപ് നിന്റെ സ്നേഹത്തിൽ നിന്നിൽ ലയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കാരുമില്ല എന്ന സങ്കടത്തിലാണ് ഞാൻ കുടിച്ചു മരിക്കാൻ തീരുമാനിച്ചത്. എന്നെ ആരും സംരക്ഷിക്കാനില്ല. എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്നെ പിന്തിരിപ്പിക്കാൻ ആളില്ല എന്നെനിക്കറിയാം. പക്ഷേ നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. എത്ര സ്നേഹപൂർവ്വമാണ് നീ എന്നെ വലയിലാക്കിയത്. നീ എന്നെ ആകെ കൺഫ്യൂഷനിലാക്കി. അപരിചിതയായ ഒരാളെ എങ്ങനെ നിനക്ക് സഹായിക്കാൻ കഴിയും? ഓർത്തപ്പോൾ തന്നെ എൻ്റെ ലഹരി വിട്ടുപോയിരുന്നു. കണ്ണുകൾ നിറഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതിരിക്കാനായി ഞാൻ മഴയത്ത് നിന്നു. സങ്കടം മറക്കാനാണ് ഞാൻ മഴയത്ത് നൃത്തം തുടർന്നത്. ഇനി ഒരിക്കൽ കൂടി നിന്നെ കാണാനാകുമോ എന്നറിയില്ല. എന്തായാലും ഇന്നിൻ്റെ കാമുക, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. നിന്നെ വീണ്ടും വീണ്ടും കാണാൻ എൻ്റെ മനം തുടിക്കുന്നു. ചിലങ്ക അണിഞ്ഞ് നിന്റെ മുന്നിൽ അവസാനമായി ഒന്നുകൂടി നൃത്തം വെക്കണം. ആടിത്തളർന്ന് നിന്റെ മുന്നിൽ നിന്ന് ഞാൻ കിതയ്ക്കുമ്പോൾ നീ 2 കൈകളും കൊണ്ട് എൻ്റെ കൈവിരലുകളെ കോർത്തു പിടിക്കണം. നമ്മൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കണം. നിന്റെ കണ്ണുകളുടെ നീലിമയിൽ എനിക്ക് സ്നേഹത്തിൻ്റെ ആഴക്കടൽ കാണണം. അതിൻ്റെ ഊഷ്മളതയിൽ എനിക്ക് നീന്തി തുടിക്കണം. നീന്തി തളരുമ്പോൾ എനിക്ക് നിന്റെ ഉടലിൽ തൊട്ടിരിക്കണം.
ആ ഇരുപ്പിൽ ഞാൻ നിന്നിൽ മയങ്ങി വീഴണം. എൻ്റെ അജ്ഞാത കാമുക, ഈ രാത്രിയുടെ അന്ത്യത്തിൽ ഞാനൊരു യാത്ര ആരംഭിക്കും. എനിക്ക് നിന്നെ കാണാനൊരു അവസരം ലഭിക്കില്ല. നമ്മുടെ ആദ്യ സംഗമം എൻ്റെ അവസാന ദിവസത്തിലായി മാറും. എനിക്ക് നിന്നെ പിരിയാൻ സമയമായി. എനിക്കിപ്പോൾ നിന്നോട് തീവ്രമായ പ്രണയം തോന്നുന്നു. നിന്നോടുള്ള പ്രണയച്ചൂടിനാൽ എൻ്റെ ശരീരവും മനസ്സും തിളയ്ക്കുന്നു. സ്നേഹത്തോടെ നിന്റെ പ്രിയതമ. കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ അഞ്ജന തൻ്റെ പ്രേമലേഖനം ഉച്ചത്തിൽ വായിച്ചു. അവൾക്കൊരു സംതൃപ്തി തോന്നി. എന്തായാലും താൻ മരിക്കാൻ പോവുകയാണ്. ഈ പ്രണയലേഖനത്തിന് ഇനിയൊരു അർത്ഥവുമില്ല. രാവിലെ വാതിൽ തുറക്കാതിരിക്കുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും പോലീസുമൊക്കെ ഫ്ലാറ്റിൻ്റെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറും. തൻ്റെ മരണശേഷം ഈ ലേഖനം അവരാരും കാണേണ്ട ആവശ്യമില്ല. തൻ്റെ പ്രണയം തൻ്റെ സ്വകാര്യതയാണ്. അവൾ ആദ്യം ആ കത്ത് കീറിക്കളയാൻ തീരുമാനിച്ചു. പിന്നീട് അതെടുത്തൊരു പോസ്റ്റൽ കവറിലാക്കി. അതിൽ അജ്ഞാത സുഹൃത്തിന് എന്ന് അഡ്രസ്സ് എഴുതി. മഴ തോർന്നു കിടന്ന ബാൽക്കണിയിലേക്ക് അവൾ ഇറങ്ങി. ഇരുട്ടിൽ റോഡിന് എതിർവശത്തേക്ക് നോക്കിയവൾ. അവിടെ ആരുമില്ല. അവൾ ആ കവർ ചുരുട്ടി വിമാനമാക്കി റോഡിൻ്റെ എതിർവശത്തേക്ക് പറത്തിവിട്ടു. റൂമിലേക്ക് തിരിഞ്ഞതും അവൾ കാല് തെന്നി നിലത്ത് വീണു. ബോധം മറഞ്ഞു. നേരം വെളുത്തപ്പോൾ മുഖത്ത് വെയിലടിച്ചവൾ ഉണർന്നു. അപ്പോഴാണ് താൻ പുറത്തെ ബാൽക്കണിയിൽ തെന്നി വീണ കാര്യം ഓർമ്മയിലേക്ക് വന്നത്. അവൾ എഴുന്നേറ്റ് റോഡിലേക്ക് നോക്കി. റോഡും പരിസരവും ക്ലീൻ ചെയ്യാൻ ആളുകൾ എത്തിയിട്ടുണ്ട്. തൻ്റെ പ്രണയലേഖനം വഴിയിലെങ്ങും കാണുന്നുമില്ല. മേശപ്പുറത്ത് രാത്രി കഴിക്കാൻ വെച്ചിരുന്ന ഉറക്ക ഗുളികയുടെ പാക്കറ്റ് അവളതെടുത്ത് മേശയ്ക്കകത്ത് വെച്ചു. പകൽ മരിക്കാൻ അവൾക്കൊരു മൂഡ് തോന്നിയില്ല. ഇനി രാത്രിയിൽ മരിക്കാം. ഓഫീസിലേക്ക് ഒരു ലീവ് അപേക്ഷ മെയിൽ ചെയ്തു. നാളെ മുതൽ ലീവ് എടുക്കേണ്ട കാര്യമില്ല. ഇനി എന്നും അവധിയിലാണ്. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കണം. മരിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം വേണ്ട. ഇന്ന് പകൽ കൂടി ജീവിക്കണം. അവൾ മൊബൈലെടുത്ത് കോസ്റ്റ്ലി ഫുഡ് ഐറ്റംസ് നോക്കി. അതിൽ നിന്നും തനിക്ക് ക്രേവിങ്സ് ഉള്ള ഭക്ഷണങ്ങൾ ഓരോന്നായി അവൾ ഓർഡർ ചെയ്തു. ഇന്നെല്ലാം ആസ്വദിച്ച് കഴിക്കണം. വാതിലിൽ മുട്ടുകേട്ട് വാതിൽ തുറന്നപ്പോൾ ഫുഡ് ഡെലിവറിയാണ്. നല്ല മസാലയുടെ ഗന്ധം. അവൾ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. വീണ്ടും വാതിൽ മുട്ടുകേട്ടു. തുറന്നപ്പോൾ വാതിക്കൽ ആരെയും കണ്ടില്ല. താഴെ ഒരു കവർ കിടന്നിരുന്നു. കവറിൻ്റെ പുറത്ത് സ്നേഹത്തോടെ എന്ന് മാത്രം എഴുതിയിരിക്കുന്നു. 4 മടക്കി വെച്ചിരുന്ന ഒരു നീല കടലാസ്. തുറന്നപ്പോൾ ചെമ്പകത്തിൻ്റെ നറുമണം പരന്നു. കവറിൽ നിന്ന് സ്വർണ്ണ നിറമുള്ള ചെമ്പകപ്പൂക്കൾ ഊർന്നു വീണു. അവളത് മണപ്പിച്ചിട്ട് തൻ്റെ തലയിൽ ചൂടി. കടലാസ് തുറന്നവൾ വായിച്ചു. പ്രിയ നർത്തകി, കത്ത് കിട്ടി. തുറന്നു വായിച്ചപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി. കാരണം ഇത് ഞാൻ വളരെ നാളായി പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രണയലേഖനമാണ്. പക്ഷേ അതിലെ ചില വരികൾ എന്നെ ദുഃഖിപ്പിച്ചു. നീ പറഞ്ഞ അവസാനത്തെ കൂടിക്കാഴ്ചയുടെ കാര്യം, ജീവിതം അവസാനിപ്പിക്കുന്ന കാര്യം എന്തിനാണ്? നിന്നെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഞാൻ കൂടെയുള്ളപ്പോൾ നീ മരിക്കുന്നത് എന്തിനാണ്? ഞാൻ ഇന്നലെ അവിചാരിതമായി അവിടെ എത്തിയതല്ല. എല്ലാ ദിവസവും ഞാൻ നിന്നെ കാണാറുണ്ട്. നിന്റെ പതിവുകൾ എനിക്കറിയാം. നീ ഓഫീസിൽ നിന്നും വരുന്നത്, കുളി കഴിഞ്ഞ് ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ ഉണക്കാനിടുന്നത്. ഞാൻ ആ സമയത്ത് പതിവായി വന്ന് നിന്റെ ഫ്ലാറ്റിനടുത്തുള്ള തട്ടുകടയിലെ ദോശ കഴിക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള ഈ കടയിൽ വരുന്നത് നിന്നെ കാണാൻ മാത്രമാണ്. ഇന്നുണർന്നപ്പോൾ അവിടം വരെ വീണ്ടും വരണമെന്ന് മനസ്സ് പറഞ്ഞു. വന്നപ്പോൾ മഴയിൽ കുതിർന്ന നിന്റെ കത്ത് കിട്ടി. കത്ത് ഞാൻ ശ്രദ്ധാപൂർവം ഇസ്തിരിയിട്ട് ഉണക്കിയെടുത്തപ്പോൾ മഷി പടർന്നിരുന്നു. വായിച്ചിട്ട് ഞാൻ ആ കത്തിനെ നെഞ്ചോട് ചേർത്തു. നീ വരച്ച എൻ്റെ ചിത്രം അതിസുന്ദരം. നിന്നോട് ഒരാൾ അപ്രിയകരമായി പ്രവർത്തിച്ചു എന്നത് നിന്റെ സുന്ദരമായ ഈ ജീവിതം അവസാനിപ്പിക്കാനൊരു കാരണമല്ല. ദയവായി ഈ കത്ത് കിട്ടുമ്പോൾ നിന്റെ തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കണം. നിന്നെ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിക്കുന്നു. അത് സത്യമാണ്. നിന്റെ മുന്നിലെത്താനുള്ള ചമ്മലാണ് എൻ്റെ ഈ വരവ് വൈകാൻ കാരണം. ഇന്ന് വൈകിട്ട് ആ പഴയ ശ്മശാനത്തിനോടടുത്തുള്ള പാർക്കിലെത്തണേ. അവസാനമായി ഒന്ന് കാണാമല്ലോ. ഞാൻ കാത്തിരിക്കും. അതുവരെ നിന്റെ മനസ്സിൽ അരുതാത്തതൊന്നും തോന്നിപ്പിക്കാതെ ഇരിക്കാൻ ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ നിന്റെ മാത്രം. ആരാണിവൻ? എന്തായാലും ഇന്ന് വൈകിട്ടൊന്ന് പോയി കാണണമല്ലോ അജ്ഞാത കാമുകനെ. വൈകിട്ട് പാർക്കിലെത്തി 6 മണിവരെ കാത്തിരുന്നു. ആരും വന്നില്ല. അവൾക്ക് ദേഷ്യം തോന്നി. പുരുഷവർഗത്തെ വിശ്വസിക്കാൻ പാടില്ല. വീണ്ടും ഒരാളെ വിശ്വസിക്കാൻ തോന്നിയത് മണ്ടത്തരമാണ്. ശുദ്ധ മണ്ടത്തരം. ഇരുട്ടി തുടങ്ങിയപ്പോൾ അവൾ പാർക്കിൽ നിന്നും പുറത്തേക്കിറങ്ങി. പാർക്കിൻ്റെ ഗേറ്റിൽ നല്ല ആൾക്കൂട്ടം. റോഡിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നു. അവൾക്ക് രക്തം കണ്ട് തലചുറ്റി. എന്താണിവിടെ? ഒരു അപരിചിതനോട് ചോദിച്ചു അവൾ. ഒരു ആക്സിഡൻറ്റ്. ആ പയ്യൻ്റെ ബൈക്കിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ആ ബസ്സുകാരൻ്റെ തെറ്റാണ്. ആ ഡ്രൈവർ ആ പയ്യനെ ഇടിച്ച് തെറിപ്പിച്ചു കളഞ്ഞു. ബൈക്ക് കിടന്ന സ്ഥലത്തേക്ക് അയാൾ കൈ ചൂണ്ടി. അവൾ അങ്ങോട്ട് നോക്കി. ബൈക്കിനടുത്തൊരു പോസ്റ്റൽ കവർ. അവളുടെ കൈയക്ഷരം
കണ്ടപ്പോൾ അവൾക്ക് തല കറങ്ങി. അയാളെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്? അവൾ കരഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ ചോദിച്ചു. നിങ്ങൾക്ക് അയാളെ അറിയോ സഹോദരി? പോലീസുകാരൻ ഓടി വന്ന് ചോദിച്ചു. അറിയാം. പേടിക്കണ്ട, അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മുന്നിൽ കണ്ട ഓട്ടോയിലേക്ക് കയറി അവൾ ആശുപത്രിയിലേക്ക് പോയി. പേരറിയില്ല, ആൾ ആരാണെന്നറിയില്ല. അവൾ ആശുപത്രി വരാന്തയിൽ കാത്തുനിന്നു. അയാളുടെ വീട്ടുകാരും സുഹൃത്തുക്കളും അക്ഷമയോടെ ഡോക്ടറെ കാത്തു നിന്നിരുന്നു. ആരോടും ഒന്നും മിണ്ടാതെ അവളും അവിടെ നിന്നു. അവരുടെ പരസ്പരമുള്ള സംഭാഷണത്തിൽ നിന്നും അയാളുടെ പേര് ഗോകുൽ എന്നാണെന്നും അയാളൊരു IT കമ്പനിയിലെ ജോലിക്കാരനാണെന്നും നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാണെന്നും മനസ്സിലായി. അമ്മേ, ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ലെന്നാണ്. പക്ഷേ ഇനി അവന് പഴയ പോലെ പന്ത് കളിക്കാൻ പറ്റില്ല. ഇടതുകാലിൽ ഒരു സർജറി വേണം. ഒടിവ് ഭേദമാകാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞ അയാൾ കൂട്ടുകാരനാണെന്ന് മനസ്സിലായി. അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ സ്ത്രീ ഗോകുലിൻ്റെ അമ്മയാണ്. അച്ഛനില്ലാത്ത ഗോകുലിന് അമ്മ മാത്രമേ ഉള്ളൂ. ഗോകുലിന് ബോധം വരുന്നതുവരെ മരണത്തെ മാറ്റിവെക്കാൻ അഞ്ജന തീരുമാനിച്ചു. രാത്രിയിൽ ഫ്ലാറ്റിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പോയി. തിരികെ വന്ന് രാത്രി വരെ ആശുപത്രിയിൽ ചിലവഴിച്ചു. ഗോകുലിന് ബോധം തെളിഞ്ഞു. മുറിയിൽ കൊണ്ടുവന്ന ദിവസം അവൾ മുറിയിലേക്ക് കയറി ചെന്നു. അവൾ വിചാരിച്ച രൂപമേ അല്ലായിരുന്നു അയാൾക്ക്. ഷേവ് ചെയ്ത് താടി കളഞ്ഞ തീരെ മെലിഞ്ഞ രൂപം കിടന്നിരുന്നു. അപരിചിതയെപ്പോലെ നിന്ന അഞ്ജനയെയും അമ്മയും സുഹൃത്ത് വിവേകിനെയും നോക്കി നിന്നു. ഗോകുലാണെങ്കിൽ മയക്കത്തിലായിരുന്നു. ആരാ? ഗോകുലിനെ അറിയോ? ഇല്ല, മുറി മാറിപ്പോയെന്ന് തോന്നുന്നു. അഞ്ജന വാതിക്കലെത്തിയപ്പോൾ ഒരു ഞരക്കം കേട്ടു. അഞ്ജന, എന്നെ കാണാതെ പോവുകയാണോ? താൻ ഒരാഴ്ചയായി എന്നെ കാണാൻ വന്നിരുന്നുവെന്ന് വിവേക് പറഞ്ഞിരുന്നു. അവനോട് മാത്രമേ എൻ്റെ പ്രണയം ഞാൻ തുറന്നു പറഞ്ഞിരുന്നുള്ളൂ. വിവേക് അമ്മയെ നോക്കി. മോനെ കാണാനാണോ ഈ കുട്ടി വന്നിരുന്നത്? അതെ അമ്മേ, അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്. വിവേകാണ് മറുപടി പറഞ്ഞത്. അഞ്ജന അയാളുടെ കട്ടിലിനരികിലേക്ക് നീങ്ങി നിന്നു. അവൾ തൻ്റെ വലത് കൈ അവൻ്റെ ഇടത് കൈയിലേക്ക് കോർത്തു. കുറേ നേരം അവർ പരസ്പരം നോക്കിയിരുന്നു. എൻ്റെ ആക്സിഡൻറ്റ് ഒരനുഗ്രഹമായല്ലേ? തൻ്റെ യാത്ര ഇനി മാറ്റിവെക്കേണ്ടി വന്നു അല്ലേ? ഇനി തന്നെ ഒറ്റയ്ക്ക് ഞാൻ എവിടെയും വിടില്ല. അവളൊന്നും മിണ്ടാതെ അവൻ്റെ പ്ലാസ്റ്ററിട്ട കാലുകളിൽ തഴുകി. അവളുടെ കണ്ണിലെ കണ്ണുനീർത്തുള്ളികൾ അവൻ തുടച്ചു മാറ്റി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.